ഫസ്റ്റ് ഐറ്റം വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കി കോട്ടൺ ഫാബ്രിക് ആണ്. അത് ചെക്ക് കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയൽ കേട്ടോ. ഇത് നല്ല ലെങ്ത് ഉണ്ട്, മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആയി. ഇതിൽ തന്നെ ഒരുപാട് റേഞ്ചിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ആ കൂടിയതിൻ്റെ അതേ രീതിയിൽ തന്നെ ചെയ്തെടുത്തേക്കുന്നത്. എന്നാൽ ഭയങ്കര റേറ്റ് ഇല്ല. ഇത് ശരിക്കും ഒറിജിനലിനൊരു 2000 3000 എബോവ് റേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ നമുക്ക് അത്ര റേറ്റ് വരാത്ത രീതിയിൽ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇത്. പിന്നെ ടോപ്പിന് ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല ലെങ്ത്തും ഉണ്ട്, അത്യാവശ്യം നല്ല ഹൈറ്റുള്ളവർക്കും പറ്റുന്ന രീതിക്കാണ് ടോപ്പും ദുപ്പട്ടയൊക്കെ ചെയ്തേക്കുന്നത്. ദുപ്പട്ടയുടെ സൈഡിലും അകത്തോട്ടും ചെറുതായിട്ട് ആ ഒരു ചിക്കൻ വർക്ക് പോലെ തോന്നിക്കുന്ന സൈസ് വർക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല കളേഴ്സ് ആട്ടോ, ലൈറ്റ് ഷെയ്ഡ്സ് ആയാലും. ഇത് ഗ്രീനിന്റെ ഷെയ്ഡാണ്. അതിൽ ഇതുപോലെ ഫ്ലവർ പാറ്റേണിന്റെ ഡിസൈൻ, ഒരു ഡാർക്ക് ഗ്രീനും വൈറ്റും മിക്സ് ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് വർക്ക് കൊടുത്തേക്കുന്നത്. ബാക്ക് സൈഡിലില്ല കേട്ടോ, ഫ്രണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ താഴത്തെ ബോട്ടിൽ ക്രോഷ്യ ലേസ് വർക്ക് ഉണ്ട്. ദുപ്പട്ടയുടെ 4 സൈഡിലും ക്രോഷ്യ വർക്ക് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്പർ U437, റേറ്റ് 1220 മാത്രമേ 1220. രണ്ടാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ. അതായത് ലൈറ്റ് ലാവണ്ടർ എന്ന് ഒത്തിരി തീരെ ലൈറ്റ് എന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു ഷെയ്ഡാണ്. കുറച്ച് നമ്മുടെ നോർമലി വരുന്നേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു കോട്ടയിലായതുകൊണ്ട് ആ ഒരു ടൈപ്പ് ഫാബ്രിക്. കോട്ടൺ അല്ല കേട്ടോ, കോട്ടയാണ്, ചെക്ക് കോട്ടയുടെ ആ ഒരു മെറ്റീരിയലാണ്. നല്ല സോഫ്റ്റ് ആട്ടോ, ഒതുങ്ങി കിടന്നോളും. സാറിന് എനിക്ക് തോന്നുന്നു 1000 ബിലോ റേഞ്ചിലോട്ടുള്ള കുറച്ച് പറന്ന് നിൽക്കുന്ന രീതിയിലാണ് വരുന്നത്. പക്ഷേ ഇതൊക്കെ അത്യാവശ്യം നല്ല ഒതുങ്ങി കിടക്കും, നല്ല ലെങ്ത്തും ഉണ്ട്. ബോട്ടം സെയിം കളർ ആട്ടോ, മുമ്പ് ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. അതിൻ്റെ ആ സെയിം കളർ തന്നെ ബോട്ടം വെച്ചിട്ടുണ്ട്. സാറ്റിൻ സിൽക്കാണ് ഫാബ്രിക്. പിന്നെ നമ്പർ U438, റേറ്റ് 1220. നമുക്ക് മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് നല്ല പിങ്കിഷ് പീച്ച് കളറാണ്. നോർമൽ പീച്ച് അല്ല കേട്ടോ, പിങ്ക് മിക്സ് ആയിട്ടുള്ള പീച്ചാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഡ്സ് പെട്ടെന്ന് നമ്മുടെ മുഖത്തിന് നന്നായിട്ട് മാച്ച് ആവുന്ന ഷെയ്ഡ്. അതൊക്കെ കുറച്ചുകൂടെ നിറക്കൂട് തോന്നിക്കുന്ന ഷെയ്ഡുകളാട്ടോ. ഇതിനകത്തും സെയിം തന്നെ ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. മെയിൻ കളറുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടെ ഡാർക്കർ ടോണിലാണ് ഫ്ലവേഴ്സിൽ ആ ഒരു ത്രെഡ് കൊടുത്തേക്കുന്നത്. ബാക്കി വൈറ്റ് കോമ്പിനേഷനാണ് വരുന്നത്. നല്ല വർക്കാട്ടോ, നമുക്ക് ഇട്ട് കാണാൻ നല്ല സ്റ്റൈലായിട്ടുള്ളൊരു സെറ്റാണ്. ഈ ഒരു സെയിം പാറ്റേൺ തന്നെ നമുക്കൊരു 3000 അടുത്ത റേഞ്ചിലും ഈ ഒരു ടൈപ്പ് വരുന്നുണ്ട്. മെറ്റീരിയലിൽ ചെറിയ വേരിയേഷൻ അനുസരിച്ചാണ് ആ ഒരു റേറ്റ് വ്യത്യാസം വരുന്നത്. പ്യുവർ കോട്ടൺ കോട്ടയിൽ വരുമ്പം 3000 റേഞ്ച് മിച്ചം വരാറുണ്ട്. അപ്പോൾ ആ ഒരു റേറ്റ് ഡിഫറൻസിന് അനുസരിച്ചാട്ടോ. പക്ഷെ എന്നാലും ഇത് 1000 സംതിങ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഫാബ്രിക്കാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് ഓക്കെ ആയിട്ടുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും. നമ്മൾ നോർമൽ കുറഞ്ഞ കോട്ട വരുന്ന പോലെ അല്ല കേട്ടോ, അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നല്ലതായിട്ട് ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയലാണ്. പിന്നെ ലെങ്ത്തും ഒക്കെ ആണെങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോട്ടം വരുന്നത് സെയിം കളർ സാറ്റിൻ സിൽക്കിന്റെ ഫാബ്രിക്കാണ്. പിന്നെ നമ്പർ U440, റേറ്റ് 1220. ഇതിൽ നാലാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ബ്ലൂ എന്ന് പറയാം, ഭയങ്കര ബ്ലൂ അല്ല, ആഷ് കൂടിയിട്ടുള്ള ബ്ലൂ കളറാണ്. വേണമെങ്കിൽ ഡാർക്ക് ആഷ് എന്നും വേണമെങ്കിൽ പറയാം. രണ്ടുകൂടെ കളറോടെ ചേർന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്. നല്ല വർക്കാട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും സെയിം വർക്ക്, വൺ സൈഡ് ഇച്ചിരി തിക്കായിട്ടുള്ള വർക്ക്, ബാക്കി കുഞ്ഞു കുഞ്ഞായിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. വാഷ് ചെയ്യാനൊന്നും കുഴപ്പമില്ല കേട്ടോ. ബോട്ടം സാറ്റിൻ സിൽക്ക്. നമ്പർ U439, റേറ്റ് വരുന്നത് 1220 ആണ് 1220.